ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തി എന്നും ബി.ജെ.പി ജയിക്കുമെന്നും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് കളിക്കാനുള്ള ഒരു അഭ്യാസവുമായി അതിൻ്റെ ചില ഇടനിലക്കാർ മാധ്യമങ്ങളിലൂടെ പ്രവൃത്തി നടത്തുന്നു. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് അവരെ വ്യക്തിപരമായിട്ട് കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കൂടി മാധ്യമങ്ങളോട് അവൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ന രീതിയാണ് അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളുമായും വിവിധ രാഷ്ട്രീയ ഭരണത്തിലിരിക്കുന്നവരുമായിട്ടൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടാകും. ആ സംസാരിച്ച കാര്യങ്ങൾ വ്യക്തമാണ്. ആ സംസാരിച്ച കാര്യങ്ങൾ അതാത് നേതാക്കൾ പുറത്ത് പറഞ്ഞു നടക്കുന്ന ഒരു കീഴ്വഴക്കം ഞങ്ങളെ സംബന്ധിച്ചെടുത്തില്ല. ഈ വിഷയത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ ജയിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ അഭ്യാസങ്ങൾ ഇടതും വലതും നടത്തിയ സമയത്ത് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെ. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ ആരെ കാണണം, എന്തൊക്കെ കാണണം, ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവശ്യമായിട്ടുള്ളൊരു ടോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ബാധ്യതയും കീഴ്വഴക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കേന്ദ്ര പ്രഭാരിയായിട്ടുള്ള പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ജയരാജന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നോ, ജയരാജനെ ശിക്ഷിക്കണോ, ജയരാജൻ പറഞ്ഞ ശരിയോ തെറ്റോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ചുമതല BJP-ക്കല്ല, CPM-നാണ്. ആ CPM പാർട്ടി ജയരാജന് എന്ത് ക്ലീൻ ചിറ്റ് കൊടുത്താലും സർട്ടിഫിക്കറ്റ് കൊടുത്താലും സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് സീല് വെച്ച് കൊടുത്താലും അതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അനിൽ നമ്പ്യാർ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവുമില്ല, BJP കേന്ദ്രീകൃതമായി നടന്ന തെരഞ്ഞെടുപ്പാണ്. അത് BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJP-യെ തകർക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചില മധ്യവർത്തികൾ ഇടനില ഇറങ്ങിക്കൊണ്ട് രാഷ്ട്രീയപരമായും മാനസികമായും ഒക്കെ സാമൂഹികമായിട്ടും ഒക്കെ ഉപദ്രവിക്കാൻ പലതരത്തിൽ നടത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള വില പേശലുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അഭ്യാസങ്ങളൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഇടയിൽ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ വ്യക്തിപരമായ കാര്യമാണ്. ആ പാർട്ടിയുടെ വ്യക്തിപരമായ കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചോതേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളോ ഞങ്ങൾക്കില്ല. ഈ സാഹചര്യം ഉണ്ടായത് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉപദ്രവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അവരെന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. ഞങ്ങളുടെ തീരുമാനം വളരെ വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ ഇനിയും പാർട്ടി നേതാക്കന്മാരെയോ മറ്റുള്ള ആളുകളെയൊക്കെ കാണും. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്കും ഞങ്ങളുടെ ദേശീയതയിലേക്കും ഞങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളുമായി ഞങ്ങൾ ഇനി സംസാരിക്കും. അതൊന്നും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയവും ഇതും ഇപ്പം നടന്ന വിഷയവുമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള EP ജയരാജൻ BJP-യിലേക്ക് വരാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരുന്നോ? നോക്കൂ, ഇന്ന് ബഹുമാനായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ദേക്കർജിയുടെ ട്വീറ്റും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളെ സംബന്ധിച്ചും ഈ വിഷയത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള കാര്യമായിട്ടുള്ള ബഹുമാനിയായ ശോഭാ സുരേന്ദ്രനും അതിന് മുന്നേ തന്നെ സംസ്ഥാന അധ്യക്ഷനും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങൾക്കും വളരെ വ്യക്തമാണ് എന്തൊക്കെ നടന്നു എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാകാം, സംസാരിച്ചിട്ടുണ്ടാകാം. സംസാരിച്ച കാര്യങ്ങളൊന്നും പുറത്ത് പബ്ലിഷ് ചെയ്യേണ്ട കീഴ്വഴക്കമില്ല. അതിലേക്ക് ഞങ്ങൾ പോകാനും ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് ഉണ്ടായ കാര്യം വ്യക്തിഗതമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള സമയത്ത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ അനാവശ്യമായി വലിച്ചഴച്ച സംഭവത്തിൽ മറുപടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു കാരണങ്ങളിൽ വന്നിട്ടുള്ള വിഷയമാണ്.